ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസത്തെ എല്ലാ യാത്രകളും കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ ഈ ഒരു ഹോട്ടലിലാണ് ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ താമസിച്ചത്. ഏകദേശം രാത്രി ഒരു 12 മണിയോട് കൂടി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് എത്തുമ്പോൾ ഫുഡും എല്ലാതും നമ്മൾ പുറത്തു നിന്നാണ് കഴിച്ചത്. അങ്ങനെ എല്ലാവർക്കും റൂമിൻ്റെ കീകളൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ്. ഇതാണ് നമ്മളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് 35 നിലകളോളം ഉള്ള ഒരു ഹോട്ടൽ ബിൽഡിംഗ് ആണ്. ഞങ്ങൾക്ക് 27ാമത്തെ നിലയിലാണ് റൂം കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് കയറാണ്. റൂമിലോട്ട് കയറുമ്പോൾ റൂമിൻ്റെ ആ ഒരു വീഡിയോ എടുത്തു വെക്കണമെന്ന് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവരുടെ ആ ഒരു നിയമങ്ങളൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. അതാണെങ്കിൽ അത്യാവശ്യം നല്ല തുകയൊക്കെ ആവും ചിലപ്പോൾ. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലോട്ട് കയറി. റൂമിലുള്ള ബെഡിലും പില്ലോമിലും പിന്നെ പുതപ്പ് അങ്ങനത്തെ ഐറ്റംസിലൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ കറകളുണ്ടെങ്കിൽ അത് ഫസ്റ്റ് തന്നെ ഇൻഫോം ചെയ്യണം. ഇല്ലെങ്കിൽ അത് അവർ നമ്മൾ ചെയ്തതാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യം തന്നെ മുൻകൂട്ടി വീഡിയോ എടുത്തത്. ഇവിടെയുള്ള തായ്ലൻഡിലുള്ള എല്ലാ ഹോട്ടലുകളിലുള്ള ഒരു നിയമമാണ്, നമ്മൾ ഇവരുടെ ബെഡുമലോ പില്ലോമലോ പുതപ്പുമലോ ഒന്നും തന്നെ കറകളാക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു തരി കറ കണ്ടു കഴിഞ്ഞാൽ പോലും അവർ ഫൈൻ അടപ്പിക്കും. ഒരുവിധം എല്ലാ ഹോട്ടലുകളും ഇങ്ങനെ ബെഡും തലോണയും അതുമത്തെ കവറും പുതപ്പും എല്ലാം വൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ അത് കഴുകി പോകാൻ ഈ പറഞ്ഞ മാതിരി പണിയായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ മുൻകൂട്ടി തന്നെ പറയുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി 2 ദിവസം അവിടെ പിടിച്ചു നിന്നത്. പിള്ളേർ ചവിട്ടി കയറാണ്ടിരിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുള്ളവരൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക. ഇതുപോലെ കറയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. ഇവിടെ നിന്ന് നമ്മുടെ വിൻഡോയുടെ സൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് തന്നെ ആ കർട്ടൻ നീക്കിയപ്പോൾ നമ്മുടെ പട്ടായയുടെ ആ ഒരു സിറ്റി പകുതിയോളം നമുക്ക് ലൈറ്റിൽ ഇങ്ങനെ കാണാം. നല്ല രസമുണ്ടായിരുന്നു. രാത്രിയിൽ ആ ഒരു വ്യൂ അടിപൊളി വ്യൂ ആണ് കേട്ടോ. തൊട്ടപ്പുറത്ത് ഇതേപോലെ ചാരിയിരിക്കാൻ പറ്റുന്ന ഒരു ചെയറും കൂടി ആയപ്പോൾ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ഹോട്ടൽ റൂമിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിള്ളേരൊക്കെ കയറുമ്പോൾ ബെഡ്മ കയറുമ്പോൾ ചെരുപ്പൊക്കെ ഊരി സെറ്റാക്കി വെച്ചിട്ട് കയറാനായിട്ട് പറയാം. പിന്നെ നമുക്ക് കുളിക്കാൻ പോകുമ്പോൾ ഇടണ ഒരു ഡ്രസ്സും വാഷ്റൂമിൽ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ചെരുപ്പും പിന്നെ ലോക്കറും അങ്ങനെ എല്ലാ വക ഐറ്റംസും ഉണ്ട്. പിന്നെ കുഞ്ഞ് ഫ്രിഡ്ജും മറ്റുവിധ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളുടെ മുടി ഡ്രൈ ചെയ്യുന്ന ആ ഒരു ഡ്രയർ വരെ ഉണ്ട് ഇവിടെ. ഞാൻ ഹോട്ടലുകളിൽ നിന്നിട്ട് ഇതേപോലെ ഡ്രയറൊന്നും വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഹോട്ടൽ റൂമുകളിൽ. ഇതാദ്യമായിട്ടാണ് കേട്ടോ ഈ ഡ്രയറൊക്കെ വെക്കുന്നത് കാണുന്നത്. ഹെയർ ഡ്രയർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മളുടെ ഈ ഹോട്ടലിൽ ഉപയോഗിക്കാനായിട്ട് വന്നിരുന്ന് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇവരുടെ നാട്ടിലത്തെ ഫ്രൂട്ടായിട്ടുള്ള ഡൂറിയാൻ, പിന്നെ മാംഗോസ്റ്റീം, പിന്നെ ലിക്വിഡ് ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഈ ഹോട്ടൽ റൂമിൽ കൊണ്ടുവന്ന് കഴിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ അറിയാലോ, ഈ വിദേശ രാജ്യങ്ങളിലൊന്നും ബക്കറ്റ് കപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഹോട്ടൽ റൂമുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഹോട്ടലിലത്തെ വിശേഷങ്ങൾ, നമ്മളുടെ ആ ഒരു റൂമിൻ്റെ വിശേഷങ്ങൾ. ഇവരുടെ ആ ഒരു ഹോട്ടൽ നെയിം സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നല്ല സെറ്റിങ്സോട് കൂടിയിട്ട് അവർ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇതേപോലത്തെ വമ്പൻ ലൈറ്റുകളും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ കാണാം. എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു ഹോട്ടലിനുള്ളിൽ തന്നെ അത്യാവശ്യം പിക്കുകളൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഹോട്ടലിൻ്റെയും ഹോട്ടൽ റൂമിൻ്റെയും വിശേഷങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.